പെട്ടെന്നെന്താണ് കാലാവസ്ഥയിൽ ഇങ്ങനൊരു മാറ്റം? ഭഗവതി, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അവിടുന്ന് എന്താണ് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇതെന്തിൻ്റെ സൂചനയാണെന്ന് എനിക്കറിയാം. അതിനപ്പുറത്തേക്ക് അടിയനൊന്നും മനസ്സിലാവുന്നില്ല. മിഥുന്റെ ജാതകമാണ് എന്നെ ഒത്തിരി വ്യാകുലപ്പെടുത്തുന്നത്. ഇനി അങ്ങോട്ട് അയാളുടെ ജീവിതത്തിൽ അപകടങ്ങളുടെ ഘോഷയാത്രയാണ്. അതിനൊരു പ്രതിവിധി അവിടുന്ന് കാണിച്ചു തരണം. അവിടുത്തെ സന്നിധിയിലിരിക്കുന്ന ആ ജാതകം അഗ്നിയിൽ കരിഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ്? ഇനി അങ്ങോട്ട് അയാളെ സഹായിക്കാൻ എനിക്കാവില്ലെന്നാണോ അവിടുന്ന് പറഞ്ഞു വരുന്നത്? മിഥുന്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? മിഥുനെ രക്ഷിക്കാൻ ഇനി അങ്ങ് ആരെയാണ് നിയോഗിച്ചിരിക്കുന്നത്? ആ ജീവിതം കവർന്നെടുക്കാൻ ഏത് അവതാരത്തിലാണ് അവിടുന്ന് ആഗതയാകാൻ പോകുന്നത്? മിഥുനെ രക്ഷിക്കാൻ എനിക്കൊരു വഴി കാണിച്ചു തരണേ ദേവി. ഇത്രയും വിചിത്രമായൊരു ജാതകം അദ്ദേഹത്തിന് എന്തിനാ സമ്മാനിച്ചത്? ഇനി മേഘനയ്ക്ക് മാത്രമേ മിഥുനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കഴിഞ്ഞ കാലം അത്രയും മേഘനയാണ് മിഥുനെ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളത്. മേഘന കൂടെയുണ്ടെങ്കിൽ മാത്രമേ അയാളുടെ ജീവനൊരു രക്ഷാകവചം ലഭിക്കൂ. ഇന്നുവരെ ആ ജീവൻ രക്ഷിക്കാൻ ഓരോ സൂചനകൾ എനിക്ക് തന്നിരുന്ന അവിടുന്ന് തന്നെ വേണം ഇത്തവണയും സഹായിക്കാൻ. എന്നെ കൈവിടരുതേ ദേവി. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ് ചക്കി. ഐ ലവ് യു അച്ഛാ. അമ്മയുടെ ഫോട്ടോ എങ്ങനെ ഇവിടെ വന്ന്? ഇത് ആരുടെയോ കയ്യിൽ നിന്ന് വീണ് പോയതാന്ന് തോന്നുന്നു. അച്ഛാ, അച്ഛാ, എഴുന്നേക്കച്ചാ. എന്താ ചക്കി? ഒന്ന് എഴുന്നേറ്റ് ഇരുന്നേച്ചാ. എന്തിനാ? അമ്മയുടെ ഫോട്ടോ എങ്ങനെ ഇവിടെ വന്നേ? അച്ഛ ചോദിച്ചു കേട്ടില്ലേ? അമ്മയുടെ ഫോട്ടോ ആരാ ഇവിടെ കൊണ്ടിട്ടേന്ന്? അച്ഛ എഴുന്നേക്ക്.
ചക്കി മോളെ, ഞാൻ കുറച്ചു നേരം കൂടി കിടന്നോട്ടെ. മോളെ അച്ഛനെ ഡിസ്റ്റർബ് ചെയ്യാതെ പോയി. അച്ഛൻ എപ്പോഴും എങ്ങനെയാ, ഞാൻ മിണ്ടില്ല പോ. അച്ഛാ, അമ്മയുടെ ഫോട്ടോ ഞാൻ അച്ഛന്റെ കൈ വെച്ചിട്ടുണ്ടേ. എഴുന്നേക്കുമ്പോ നോക്കിക്കോണേ. അച്ഛാ, എഴുന്നേക്ക്. ഈ ഫോട്ടോ എങ്ങനെയാ നമ്മളുടെ വീട്ടിൽ വന്നത്? കണ്ണു തുറന്ന് നോക്കിക്കോ അച്ഛാ. അച്ഛ കണ്ണു തുറക്ക്. എന്റെ പൊന്ന് ചക്കി, പ്ലീസ് എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. ശരിയെന്നാ. അച്ഛൻ ഉറങ്ങിക്കോ. സോറി ടു ഡിസ്റ്റർബ് യു. എഴുന്നേറ്റ് വന്ന ശേഷം ചോദിച്ചോളാം. താല്പര്യമില്ലാത്ത ആ വീട്ടുകാരുടെ ഇടയിലേക്ക് ഞാൻ നിന്റെ ഭാര്യയായി കടന്നു വരുമ്പോ എന്നെ ഒരു വാക്ക് പറയും മുമ്പ് എന്റെ ചേച്ചി 100 വട്ടം അവര് പഴിക്കും. മറ്റെല്ലാം നഷ്ടപ്പെടുത്തുന്നതിന് പകരം എന്നെ വേണ്ടെന്ന് വെച്ചാ തീരാവുന്നല്ലേ ഉള്ളൂ. ചെലപ്പോ അമ്മയുടെ ഫോട്ടോ ഇവിടെ എങ്ങനെ വന്നെന്നുള്ളത് ചെറിയച്ഛൻ അറിയായിരിക്കോ? ചെറിയച്ഛ, എന്തു പറ്റി ചക്കി? ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കേ. ഇതെങ്ങനെ ചക്കിയുടെ കയ്യിലെത്തിയത്? ചക്കി ഇവരാരാണെന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഈ ഫോട്ടോ എങ്ങനെയാ നമ്മുടെ വീട്ടിൽ വന്നേ? അത് എങ്ങനെ വന്നെന്ന് ചോദിച്ചാ അതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട് മോളെ. എന്ത് കഥയാ? ഇത് ആരാണെന്ന് ചെറിയച്ഛൻ അറിയാമോ? എന്റെ അമ്മോ, ഇവിടെ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയാ ഞാൻ പെടുമെന്നുള്ള കാര്യം ഉറപ്പാ. ഒരു ചെറിയ ചോദ്യമല്ലേ ചോദിച്ചേ, അതിന് ഉത്തരം പറയാൻ എന്തിനാ എത്ര ആലോചിക്കുന്നേ? നീ ചോദിച്ചത് ഒരു ചെറിയ ചോദ്യം അല്ല ചക്കി, ഒത്തിരി വലിയ ചോദ്യാ. തൽക്കാലം എന്റെ കയ്യിൽ ഉത്തരം പറയാനുമില്ല. ഒന്ന് പോ ചെറിയച്ഛ. എന്റെ ഫ്രണ്ട് ചിക്കുവിനെ അറിയാമോ? അവന്റെ ചക്കി, നീ ഇപ്പൊ ചിക്കുവിന്റെ കഥയും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കേൾക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാൻ. ഹലോ, ഹായ്ഡാ, സുഖാണോടാ? എന്തു പറ്റി നേരം വെളുത്തപ്പോ തന്നെ വിളിക്കാൻ? അത് ശരി, പറഞ്ഞില്ലല്ലോ. എന്തു പറ്റി? ചിക്കുന്റെ അമ്മയുടെ ഫോട്ടോ കണ്ട് ചെറിയച്ഛൻ എന്തിനാ പേടിക്കുന്നേ? ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കാതെയാ ചെറിയച്ഛൻ എഴുന്നേറ്റ് പോയെ. മഞ്ജരി, എന്താ? അമ്മയുടെ ഫോട്ടോ എങ്ങനെയാ നമ്മുടെ വീട്ടിൽ വന്നേ? അമ്മയുടെ ഫോട്ടോയോ? അതേ മഞ്ജരി, ദേ നോക്കിക്കേ. ചക്കി, ആ ക്ലോസ്ഡ് റൂമിൽ കയറരുതെന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ? പിന്നെ എന്തിനാ കേറിയേ? ഈ ഫോട്ടോ നിനക്ക് അവിടെ നിന്നും കിട്ടിയതല്ലേ? അല്ല മഞ്ജരി, ഇത് അച്ഛന്റെ റൂമിൽ നിന്ന് കിട്ടിയതാ. അച്ഛനോട് ചോദിക്കാന്ന് വെച്ചാ അച്ഛൻ ഉറങ്ങാ. ചെറിയച്ഛനോട് ചോദിച്ചപ്പോ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോയി. മഞ്ജരിക്കെങ്കിലും പറഞ്ഞൂടെ ഈ ഫോട്ടോ എങ്ങനെ ഇവിടെ വന്നേന്ന്? അപ്പൊ മിഥുൻ ഇത് റൂമിൽ സൂക്ഷിച്ചിരുന്ന ഫോട്ടോയാണല്ലേ? അതിനർത്ഥം മിഥുൻ ഇപ്പോഴും മേഘനയെ മറന്നിട്ടില്ലെന്നല്ലേ? ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച് കണ്ട് ആസ്വദിക്കുകയായിരിക്കും. കള്ളൻ. ചില നേരത്തെ ഇവനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പറ മഞ്ജരി, അമ്മയുടെ ഫോട്ടോ എങ്ങനെ ഇവിടെ വന്നേ? ഇത് അമ്മയോ ഉമ്മയോ ഒന്നും അല്ലടി. കാണുന്നവരെല്ലാം അമ്മയെന്നൊന്നും വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? വിളിച്ച എന്ത് തെറ്റ് മഞ്ജരി? ഈ ഫോട്ടോ എങ്ങനെ ഇവിടെ വന്നേന്ന് ചോദിച്ചാ അത് പറഞ്ഞാ പോരെ? നമ്മുടെ ഓഫീസിൽ ജോലി കിട്ടാൻ വേണ്ടി 100,000 പേര് ആപ്ലിക്കേഷൻ വെക്കുന്നുണ്ടാവും.
ഇതങ്ങനെ ഏതെങ്കിലും ഫയലിൽ നിന്ന് താഴെ വീണതായിരിക്കും. ഇനി ഈ ഫോട്ടോ എങ്ങനെ കയ്യിലെടുത്തോണ്ട് അമ്മയെന്നെങ്ങാനും വിളിച്ചാലുണ്ടല്ലോ. ചക്കിമോളെ, നീ എന്ത് സ്കൂളിൽ പോവാൻ റെഡിയാവാത്തെ? പെട്ടെന്ന് കുളിച്ചിട്ട് റെഡിയായിട്ട് വാ. അച്ഛമ്മ ഫോട്ടോ. എന്ത് ഫോട്ടോയാ മോളെ? അമ്മയുടെ ഫോട്ടോയാ. അമ്മയുടെ ഫോട്ടോയോ? അതെ അച്ഛമ്മേ, അമ്മയുടെ ഫോട്ടോ അച്ഛന്റെ മുറിയിൽ നിന്ന് കിട്ടിയതാ. അത് കാണിച്ചു കൊടുത്തപ്പോ മഞ്ജരി എന്നോട് ദേഷ്യപ്പെട്ട് പിച്ച് കീറി കളഞ്ഞു. ശരി പോട്ടെ, ഞാൻ ചോദിക്കാം അവളോട് കേട്ടോ. മോളിപ്പിച്ചില്ലേ? ഈ ഫോട്ടോ കണ്ട് ചക്കിമോൾ അമ്മയെന്ന് വിളിച്ചത് എന്തായിരിക്കും? ഒരുപക്ഷെ മേഘന ഭാര്യയാണെന്നും ചക്കിമോളുടെ അമ്മയാണെന്നും മിഥുനായിരിക്കും പറഞ്ഞേ. പണിക്കർ അദ്ദേഹം എന്തിനായിരിക്കും വിളിക്കുന്നത്? എന്തായാലും ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നല്ലോ. ഇപ്പൊ വിളിച്ചത് നന്നായി. ഹലോ, പണിക്കരങ്ങുന്നേ? ഞാൻ പണിക്കർ അദ്ദേഹത്തിന്റെ ശിഷ്യനാ സംസാരിക്കുന്നേ. ആ പറഞ്ഞോളൂ. നിങ്ങളെ പെട്ടെന്ന് കാണണമെന്ന് പണിക്കർ അദ്ദേഹം പറഞ്ഞിരിക്കുക. എന്താണാവോ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? എന്തെങ്കിലും പ്രശ്നം? എന്താ അദ്ദേഹം പറഞ്ഞേ? എനിക്കൊന്നും അറിയില്ല, ഞങ്ങളോടൊന്നും പറയാറുമില്ല. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് വരണമെന്ന് പ്രത്യേകം വിളിച്ചറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാ ഞാൻ ഫോൺ വയ്ക്കുക. ശരി, ആയിക്കോട്ടെ. ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെട്ടു വരാം. എന്തായിരിക്കും കാര്യം ഈശ്വര? സീരിയസ് ആയിട്ടൊന്നും ഇല്ലെങ്കിൽ ഒരിക്കലും പണിക്കർ അദ്ദേഹം ഇങ്ങനെ വിളിപ്പിക്കില്ല. മേഘ, താൻ റെഡിയായോ? ഇന്ന് നമുക്ക് ടെൻഡർ കിട്ടിയ പ്രൊജക്ടിന്റെ എഞ്ചിനീയേഴ്സിനെ കാണാൻ പോകേണ്ട ദിവസമാണ്. പ്ലാനൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. അത് മാത്രമല്ല, എത്രയും പെട്ടെന്ന് ജോലി തുടങ്ങുകയും വേണം. അതിനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കണം. എന്തൊക്കെ ജോലികളാണ് ബാക്കി കിടക്കുന്നത്, ഒന്ന് വേഗം റെഡിയാവും. അത് പിന്നെ അർജുൻ, ഇന്ന് എനിക്ക് ഓഫീസിലേക്ക് വരാൻ പറ്റില്ല. എന്താ പ്രശ്നം മേഘ? എന്തെങ്കിലും വയ്യായിക ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടായിരിക്കും അല്ലേ? ഒരു വിധത്തിൽ അങ്ങനെ തന്നെയാ. ഓ, ഓക്കെ, എന്നാ അത് നടക്കട്ടെ. മേഘ, തന്റെ മുഖത്താകെ ഒരു പേടി നിഴലിക്കുന്നുണ്ട്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോട് പറയാൻ മടിക്കണ്ട കേട്ടോ. അതൊന്നും വേണ്ട അർജുൻ, എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാ ശരി മേഘ, എന്റെ സഹായം സ്വീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചേക്ക്. എന്നാലും അത്യാവശ്യ ഘട്ടത്തിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അത് ചോദിക്കാനും മടിക്കണ്ട കേട്ടോ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഈ വീട്ടിൽ തങ്ങാനൊരിടം തന്നതുകൊണ്ട് ആവശ്യത്തിൽ കവിഞ്ഞ സ്വാതന്ത്ര്യം ഞാൻ എടുക്കാറില്ല. ഒരു എംപ്ലോയിയുടെ പരിഗണന കിട്ടിയാൽ മതി. അങ്ങനെ കരുതി എനിക്കൊരു ലീവ് തരണം. ഞാനൊന്ന് പോയിട്ട് വന്നോട്ടെ.
താൻ എൻ്റെ എംപ്ലോയി ആയതുകൊണ്ട് തന്നെയാ അതിര് കവിഞ്ഞുള്ള ചോദ്യങ്ങൾ ഞാൻ ഒഴിവാക്കുന്നത്. പക്ഷേ താൻ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടിയാനെ. അതൊരിക്കലും ദുരുപയോഗം ചെയ്യാനല്ല, തന്നെ സഹായിക്കാനാണോ ഞാൻ ആഗ്രഹിക്കുന്നത്. തൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. പക്ഷെ തന്നെ എൻ്റെ ഭാര്യയായി കൂടെ കൂട്ടണമെന്ന് തന്നെ എൻ്റെ മോഹം. അങ്ങനെ ഒരു ക്ഷണത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് ഇന്നെൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതെത്രയും പെട്ടെന്ന് ഉണ്ടാവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. മേഘനയുടെ ഫോട്ടോ ഇങ്ങനെ കീറി പറഞ്ഞു പോയ എങ്ങനെയാ? ആരായിരിക്കും ഇത് കീറിയത്? കീറി മുറിഞ്ഞ നിന്റെ ഹൃദയത്തിൽ മേഘനയുടെ ഓർമ്മകൾ ഇപ്പോഴും ഉണർവോടെ നീ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ. മോം എന്തൊക്കെയാ പറയുന്നേ? മേഘനയുടെ നിന്റെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും പകയും മാത്രമേ ഉള്ളൂന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. അതിനെയൊക്കെ മറികടന്ന് മറ്റേ എന്തോ ഒരു ഫീലിംഗ് ഇപ്പോഴും നിന്റെ മനസ്സിനുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഇന്ന് മനസ്സിലായി. മോം രാവിലെ എന്തൊക്കെയാ വിളിച്ചു പോകുന്നെന്ന് വല്ല ബോധമുണ്ടോ? മേഘനയുടെ പേര് കേട്ടാ പോലും നിന്ന് വിറയ്ക്കുന്ന നീ അവളുടെ ഫോട്ടോ ആരും കാണാതെ ഇങ്ങനെ രഹസ്യമായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ചുമ്മാ രസത്തിനാണോ? മേഘനോട് നീ കാണിക്കുന്ന ദേഷ്യമാണോ സത്യം, അതോ അവളോട് കാണിക്കുന്ന സ്നേഹമാണോ സത്യം? എന്റെ മനസ്സിൽ അവളോടുണ്ടായിരുന്ന സ്നേഹം എന്നെ ഇല്ലാതായതാ. അവളെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം അവള് കീറി മുറിച്ച് എന്റെ ഹൃദയത്തിൽ നിന്ന് ചോരയിട്ടിട്ട് വീഴാൻ തുടങ്ങും. അതുകൊണ്ടാ അവളെ ഓർമ്മിക്കാൻ പോലും ഇഷ്ടപ്പെടാത്തത്. അങ്ങനെയാണെങ്കിൽ 5 വർഷമായിട്ട് ഞങ്ങൾ ആരും തന്നെ കാണാത്ത ഈ ഫോട്ടോ ഇപ്പോഴെങ്ങനെ ചക്കിയുടെ കയ്യിലെത്തിയത്? മേഘനയുടെ സ്മരണകളെല്ലാം താഴിട്ട് പൂട്ടിയ നിന്റെ ഈ മുറിയിൽ മേഘനയുടെ ഫോട്ടോ വന്നത് എങ്ങനെയാ മിഥുൻ? എനിക്കത് അറിയില്ല മോം. ചക്കയ്ക്ക് അത് ഈ മുറിയിൽ നിന്ന് എന്നെ കിട്ടിയെന്നുള്ളതിന് എന്താ തെളിവ്? മിഥുൻ, സംസാരിക്കാൻ അറിയാത്ത ഈ പ്രായത്തില് നീ കരഞ്ഞത് വിശന്നിട്ടായിരുന്നോ അതോ ഇനി മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൊണ്ടായിരുന്നോ എന്ന് മനസ്സിലാക്കിയിരുന്നവളാടാ ഈ അമ്മ. ആ എന്നോട് എന്തിനാ കള്ളം പറയുന്നേ? എന്നേക്കാൾ നിന്നെ ആർക്കാടാ അറിയാം? ഹൃദയത്തിനുള്ളറകളിൽ നീ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഓർമ്മകളെ മഞ്ചരിയാണ് പിച്ചു കീറിക്കളഞ്ഞത്. അതിനെ വീണ്ടും ഒരുമിച്ച് കൂട്ടി ഒന്നിച്ചു വെക്കണോ അത് വേണ്ടെന്ന് വെച്ച് വലിച്ചെറിയണോ എന്നുള്ളതും നിനക്ക് തീരുമാനിക്കാം. പക്ഷേ മായ്ക്കാൻ കഴിയാത്ത എന്തോ ഒരടുപ്പം മേഘനയുമായിട്ട് നിനക്കുണ്ടെന്നുള്ളത് ഇന്നെനിക്ക് മനസ്സിലായിടാ. എനിക്കത് മാത്രം മതി. അവരുടെ മരുമകൾ മേഘ്ന സ്വന്തം പേരിലുണ്ടായിരുന്ന ഷെയർസ് എല്ലാം എനിക്ക് വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇതൊക്കെയാണ്. മഞ്ചരി, ഇതിപ്പോ ഏത് നാട്ടിലയച്ച കപ്പല മുങ്ങിയേ? ചളിങ്ങിപ്പോയ അലുമിനിയം പാത്രം പോലെ. നീ എന്താ ഇങ്ങനെ ഒരുമാതിരി ഇരിക്കുന്നേ? നിന്റെ പ്രശ്നം ഇന്നോ ഇന്നലെ ഒന്നും തുടങ്ങിയതല്ലോ, കൊറേ നാളായാലും അനുഭവിക്കാൻ